ഈ ഒരു പ്രാവശ്യം ഇനി നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കളി വരാനുള്ളത് 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 2 മത്സരങ്ങളാണ്. ഇനി 2 മത്സരങ്ങളാണ് ആ ഒരു ടൂർണമെൻറ്റിൽ നമുക്ക് അവശേഷിക്കുന്നത്. ഒന്ന് ഖത്തറിനെതിരെയും ഒന്ന് കുവൈത്തിനെതിരെയും. കുവൈത്തിനെതിരെയുള്ള മത്സരം നമുക്ക് ഹോം മത്സരമാണ്. ഖത്തറിനെതിരെയുള്ള മത്സരം നമുക്ക് ഒരു ഹെവേ മത്സരം. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 വീക്കിന് മേലുള്ള ഒരു ക്യാമ്പാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ക്യാമ്പിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ക്വാഡ് നോക്കുന്ന സമയത്ത് നിരവധി പ്ലേയേഴ്സ് മിസ്സിംഗ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന പല പ്ലേയേഴ്സും മിസ്സിംഗ് ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ISL ഫൈനൽ നടക്കുന്നത് മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരം. ഇന്ന് അതിലുള്ള പ്ലേയേഴ്സ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം അവർ വേണ്ട പ്ലേയേഴ്സിനെ പിന്നെ ക്യാമ്പിലേക്ക് വിളിക്കുക ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ 26 അംഗ സ്ക്വാഡ് നോക്കിയ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷം തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഒരു 4 ഐ ലീഗ് പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഐ ലീഗ് എന്നുള്ള 4 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തത് അങ്ങ് ചുമ്മാ പിക്ക് ചെയ്തതല്ല എന്നുള്ളതാണ്. ആ 4 പ്ലേയേഴ്സും നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് തീർച്ചയായിട്ടും ഒരു നാഷണൽ ടീമിലൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർമാരായിട്ട് വന്നിട്ടുള്ളത് ഗുപ്രീത് സിംഗ്, അമരേന്ദ്ര സിംഗ്. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അമയ് ഗണേഷ്, ജയ് ഗുപ്ത, ലാൽ ചുങ്ക, പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് അഹമ്മദ്, നരേന്ദർ, നിഖിൽ പൂജാരി, റോഷൻ സിംഗ്. മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ഇവരൊക്കെ വന്നിട്ടുള്ളത് ബ്രാൻഡൻ ഫെർണാണ്ടസ്, എഡ്വേർഡ്, ഇമ്രാൻ ഖാൻ, ഇസ്ഹാക്ക്, ജീക്സൺ, മഹേഷ് സിംഗ് നോറം, മുഹമ്മദ് യാസിർ, നന്ദകുമാർ ശേഖർ, രാഹുൽ KP, സുരേഷ് സിംഗ്, വിപിൻ മോഹൻ ഇവരാണ് വന്നിട്ടുള്ളത്. ഫോർവേഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഡേവിഡ്, ലാൽ റിൻസ്വാല, ജിതിൻ, പ്രദീപ്, റഹീം അലി, സുനിൽ ഛേത്രി. ഈ ഒരു 26 അംഗ സ്ക്വാഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റ് കണ്ട സമയം സത്യം പറഞ്ഞാൽ സന്തോഷമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് തന്നെയാണ് ഈ ഒരു ടീമിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 1-2 പ്ലേയേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബെസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ പ്ലേയേഴ്സും നല്ല രീതിയിൽ അവരുടെ ക്ലബ്ബുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. അതിൽ നമ്മുടെ പിന്നെ 4 ഐ ലീഗ് പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരെ കുറിച്ച് ഒന്ന് നമുക്ക് നോക്കാം. ഡേവിഡാണ് അതിൽ ഒന്നാമത്. ഫോർവേഡ് ആയിട്ട് വരുന്ന ഒരു പ്ലെയറാണ് ഡേവിഡ്. നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. മുഹമ്മദ് എന്ന് പറഞ്ഞ ടീം നമുക്കറിയാം ഇപ്പോൾ ISL പ്രൊമോട്ട് ചെയ്യപ്പെട്ട ടീമാണ്. ആ ഒരു ടീമിൻ്റെ പ്ലേയേഴ്സാണ്. അവരുടെ ഒരു കീ പ്ലെയർ ആയിരുന്നു. അവരുടെ വിന്നിങ് മൂവ്മെൻറ്റുകളൊക്കെ നിരവധി തവണ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. വിന്നിങ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ്. പിന്നെ അടുത്തൊരു പ്ലെയറായിട്ട് വരുന്നത് ലാൽ റിൻസ്വാല എന്ന് പറയുന്ന പ്ലെയറാണ്. ഇദ്ദേഹത്തിന് ഒരു റെക്കോർഡ് ഉണ്ട്. അതായത് ഒരു ഐ ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾ അടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതൊരു പരിഹാരമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ആ ഒരു തരത്തിലേക്കുള്ള രീതിയിലാണ് ഇദ്ദേഹത്തെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പിക്കിംഗ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡർ ആയിട്ടുള്ള എഡ്വേർഡ് ആണ്. ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു പ്രകടനം ഈ ഒരു പ്രാവശ്യത്തെ ഐ ലീഗിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി തവണ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, എഡ്വേർഡിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പാസിംഗ് എബിലിറ്റിയോ അതുപോലെ തന്നെ ക്രോസിങ്ങുമാണ്. കൃത്യമായിട്ടുള്ള ക്രോസിങ് ഇദ്ദേഹത്തിന് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക എബിലിറ്റി ആയിട്ട് തന്നെ പറയേണ്ടത്. പിന്നെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐ ലീഗ് താരത്തിനെ കാണാം. മുഹമ്മദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ. ഇദ്ദേഹത്തിനെ ചൂസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ചൂസിങ് ആണ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഇദ്ദേഹത്തിനെ പിക്ക് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ അൻവർ അലി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അൻവർ അലി ജിങ്കൻ കോംബോ ആയിരുന്നാണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ജിങ്കനെ ഈ ഒരു മാച്ചിലേക്ക് നമുക്ക് കളിക്കാൻ കിട്ടില്ല എന്നുള്ളത്, അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിട്ട് അദ്ദേഹം പുറത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ ലീഗിൽ ഇപ്പോൾ കറൻലി ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡറാണ് മുഹമ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞ ഈ ഒരു കളിക്കാരൻ. ഇദ്ദേഹത്തിനായിരുന്നു ഈ ഒരു പ്രാവശ്യത്തെ ഐ ലീഗിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള. അപ്പോൾ ഇദ്ദേഹത്തിനെ ചൂസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരു പരീക്ഷണമൊക്കെ നടത്തി നോക്കാം. ഈ ഒരു കളിക്കാരന് നമ്മൾ അൻവർ അലിൻ്റെ കോമ്പിനേഷനും കാര്യങ്ങൾ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു ടീം പ്രഖ്യാപനം വളരെയധികം മികച്ചതായി തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ എനിക്കൊരു ഇമ്പ്രസീവായി തോന്നാത്ത പ്ലേയേഴ്സ് എന്ന് പറയുന്നത് റോഷൻ സിംഗ്, റഹീം അലി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ 2 പേര് നമുക്ക് ISL അത്ര മികച്ചൊരു പ്രകടനമോ കാര്യങ്ങളൊന്നും കാഴ്ച വെച്ചിട്ടില്ല. പിന്നെ സുനിൽ ഛേത്രി അതുപോലെ തന്നെ മികച്ചൊരു പ്രകടനമൊന്നും കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ പോലും സുനിൽ ഛേത്രിനെ ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു ലെജൻഡാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നമ്മൾ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സുനിൽ ഛേത്രിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇറക്കിയാൽ മതി, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റോളിലേക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. പുതുതലമുറക്ക് പുതിയ പ്ലേയേഴ്സിന് ചാൻസസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്കറിയാം ഇപ്പോൾ ലാൽ റിൻസ്വാലിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഒരു കൂടുതൽ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ മികച്ചൊരു പ്രകടനം അദ്ദേഹം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.